അപ്പോൾ നമ്മുടെ PVC പൈപ്പോടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കാർഡ്ബോർഡോ അല്ലെങ്കിൽ നമ്മുടെ ഫോം ഷീറ്റൊക്കെ എടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ നമ്മൾ ഒരു അടയാളം വെച്ച് കൊടുത്തിട്ട്, അതായത് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു PVCയുടെ ഒരു ടോപ്പാക്കി ഇടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ ഇത് മനസ്സിലാകും. അപ്പോൾ നമുക്ക് നൈഫ് വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. 2 പീസാണ് നമുക്കിതിന് ആവശ്യമുള്ളത്. അപ്പോൾ ഇതുപോലത്തെ 2 പീസാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം ഒന്നും കൂടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഭാഗം കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ഭാഗം കൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്ന് വെച്ചാൽ നമുക്കിത് ഇതുപോലെ ടോപ്പാക്കി അടപ്പാക്കിയിട്ട് വെക്കാനുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയൊക്കെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അപ്പോൾ 2 പീസാണ് നമ്മളിതിന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ആവശ്യമുള്ളത് ഈ ഒരു പമ്പിങ് മോട്ടറാണ്. ഇത് വെച്ചിട്ട് നമ്മൾ വേറെയും വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന് വലിയ കോസ്റ്റ് ഒന്നും വരുന്നില്ല. പമ്പിങ് മോട്ടറാണ് ഈ മോട്ടർ. അപ്പോൾ ഇതുപോലെ നമ്മൾ ആ ഒരു ഫോം ഷീറ്റ് ഗം ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ആ ഒരു പമ്പിങ് മോട്ടർ ഈ ഒരു PVCയുടെ ഉള്ളിലിട്ട് കറക്റ്റാക്കി വെക്കാനുള്ളത്. ഇനി നമുക്കിവിടെ 2 കണക്ഷനിലും കേബിള് കണക്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളിതുപോലെ പിരിച്ചു വെക്കാവുന്നതാണ്, 2 വയറുള്ളത്. അപ്പോൾ ഈ 2 വയർ നമ്മൾ ഇതുപോലെ സെറ്റ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു PVCയുടെ ഉള്ളിൽ ഈ ഒരു മോട്ടർ സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതൊന്ന് ഗം ചെയ്തൊക്കെ കൊടുക്കാം. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ ആ ഒരു ഭാഗം വെച്ചിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടെ നമുക്ക് ഗം ചെയ്ത് കൊടുക്കാനുണ്ട്. നമുക്കൊന്നും കൂടെ ഇതിൽ ഗം ചെയ്ത് നല്ല സെറ്റാക്കി വെക്കാം. അപ്പോൾ ഈ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് ഭാഗത്തൂടെ നമ്മൾ ഈ ഒരു ഫോം ഷീറ്റ് നമുക്ക് ഗം ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് വെക്കേണ്ടത്. ഇനി നമുക്കിതിന് കണക്ഷൻ കൊടുക്കാവുന്നതാണ്. അതിന് മുന്നേ നമുക്ക് ആ ഒരു പമ്പിങ് മോട്ടറിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഇങ്ങനെയുള്ളൊരു ട്യൂബ് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ആവശ്യമുള്ളത് നമ്മുടെ സോളാർ പാനലിൽ ഇതിൻ്റെ കണക്ഷൻ കൊടുക്കുകയാണ് ഇതിന്. അപ്പോൾ ഈ ഒരു സോളാർ പാനലിൽ നമ്മൾ ആ ഒരു കണക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ 2 വയർ നമ്മൾ ആ ഒരു സോളാർ പാനലിലേക്ക് നേരിട്ട് തന്നെ കണക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ല അടിപൊളിയായി വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ ബെല്ലൈക്കണും കൂടി ഒന്ന് ഓണാക്കി വെക്കുക. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.